ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നയനെ കാണാത്തതിൻ്റെ ടെൻഷന് ദേവയാനി എന്ന് ആദർശിൻ്റെ മുറിയുടെ വാതിക്കൽ മുട്ടാൻ തുടങ്ങുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ചിലപ്പം ഈ സമയത്തൊക്കെ ചെന്ന് മുട്ടുന്നത് മോശമല്ലേ, അല്ലെ വിളിക്കണ്ട എന്ന് പറഞ്ഞ ഉടനെ തന്നെ ദേവയാനി തിരിച്ചങ്ങ് ഇറങ്ങി പോവാണ്. പിന്നീട് ആദർശ് ഉറക്കം തെളിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോഴത്തേന് ടേബിളിൽ ഒരു ലെറ്റർ ഇരിക്കുന്ന കാണും. ആദർശ് അതെടുത്ത് വായിക്കുന്നുണ്ട്. അപ്പം നയന എഴുതി വെച്ചതാണ്, ആദർശേട്ടാ ഞാനിങ്ങനെ ഇവിടെ നിൽക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല, എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നതാണ്. അത് കാണുമ്പോഴത്തേന് ആദർശന് എന്തോ വലയൊക്കെ തോന്നുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ദേവയാനിയോട് ജലജയൊക്കെ ഇരുന്ന് പറയുകയാണ്, എന്തായാലും അവളിവിടെ നിൽക്കുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല, ആദർശന് അവളെ ഇഷ്ടമില്ലല്ലോ, ഏട്ടത്തിക്ക് ഇഷ്ടമില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പം മുത്തശ്ശിയും പറയുന്നുണ്ട്, നിനക്ക് ഇഷ്ടമില്ലല്ലോ മരുമോൾ ഇവിടെ നിൽക്കുന്നത്, അവൾ പോകുന്നത് നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. എനിക്കൊരു ബുദ്ധിമുട്ടില്ല, അവൾ പോകുന്നെങ്കിൽ പോട്ടെ എന്നൊക്കെ രീതി പിന്നെ നമ്മളുടെ ആദർശിന് മാത്രമുള്ളല്ലോ പ്രശ്നം എന്നൊക്കെ. അപ്പോൾ ആദർശ് ഇങ്ങോട്ട് വരുന്നുണ്ട്, പറയും ഇനി അവളുടെ കാര്യം പറഞ്ഞ് ആരും ഇവിടെ ഒരു കാര്യം പറയണ്ട, അവൾ രാവിലെ അങ്ങ് പോയെന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടാണ് പോയെന്ന് പറഞ്ഞ് ലെറ്റർ എടുത്ത് ദേവയാനിയുടെ കൊടുക്കുന്നുണ്ട്. ദേവയാനി ഇത് വായിക്കുന്നുണ്ട്. ദേവയാനിക്ക് ഭയങ്കര സങ്കടമൊക്കെ ആവുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശിയുടെ കയ്യിലും കൊടുക്കും, ജലജയുടെ കയ്യിലും കൊടുക്കും. ഇവർക്ക് ജലജയ്ക്ക് അങ്ങ് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. പക്ഷേ മുത്തശ്ശിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിലും മുത്തശ്ശി പറയും, എന്തായാലും ദേവയാനിക്ക് ഇഷ്ടമില്ലാത്ത മരുമോൾ ഇവിടെ നിൽക്കുന്നതിലും ഭേദം പോകുന്നത് തന്നെയാണെന്ന്. ആദർശ് വളരെ പരുഷമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. നയന ഇനിയും തൻ്റെ ജീവിതത്തിൽ വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ ആദർശ് സംസാരിക്കും. മുത്തശ്ശി അതിനെ പിന്താങ്ങിയുള്ള സംസാരമാണ് സംസാരിക്കുന്നത്. ദേവയാനിക്കാണ് ചങ്ക് പറയുന്ന വേദനയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ അത് മുഖത്ത് പ്രകടിപ്പിക്കാതെ തന്നെ എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അന്നേരം ആദർശ് പറയും, എന്തായാലും അവളെ ഇനി വിളിക്കണ്ട എന്ന് തന്നെ. അന്നേരം മുത്തശ്ശിയും പറയും, ശരിയാ, ഇനി അവൾ പോകുന്നെങ്കിൽ പൊക്കോട്ടെ, ആ കുട്ടി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതിൽ ഒരു അർത്ഥമില്ല, അമ്മായിമ്മയ്ക്ക് ഇഷ്ടമില്ല, പിന്നെ നിനക്കും താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ ആ കുട്ടി ഇവിടെ നിൽക്കുന്നത്, അവൾ പോകുന്നത് തന്നെയാണ് നല്ലതെന്നൊക്കെ പറയും. അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും. എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലെന്ന് പറയും. അപ്പം ജലജയും പറയും, ഇനി അവളെ വിളിക്കുകയും വേണ്ട, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും പ്രശ്നം എന്താണെന്ന് അറിയത്തില്ലെങ്കിലും അവളെ ഇനി ഈ വീട്ടിലേക്ക് ഇനി കൊണ്ടുവരണ്ട എന്നൊക്കെയാണ് ജലജ പറയുന്നത്. ആദർശ് അമ്മയുടെ മുഖത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ ദേവയാനിയുടെ മുഖത്തെ വ്യത്യാസങ്ങളൊക്കെ ആദർശ് ശ്രദ്ധിക്കുന്നുണ്ട്. ആദർശിന് എന്തോ ഒരു സങ്കടം പോലെയൊക്കെ തോന്നുന്നുമുണ്ട്. ദേവയാനി മനസ്സിലോർക്കുന്നുണ്ട്, എന്തായാലും എൻ്റെ മോൾ എന്നോടൊന്നും വാക്ക് പോലും പറയാതെ പോയല്ലോ, എന്തുമാത്രം മനസ്സ് വിഷമിപ്പിച്ചിട്ടായിരിക്കും എൻ്റെ മോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്, എനിക്കിനി അവളെ എങ്ങനെ കാണാൻ പറ്റൂ എന്നൊക്കെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ് ദേവയാനി. മുത്തശ്ശി മനസ്സിലോർക്കുന്നുണ്ട്, നയനമോളില്ലാതെ ഈ വീട് നേരെ നിൽക്കില്ല, അവളെ എങ്ങനെയും കൊണ്ടുവരാനൊക്കെ ശ്രമിക്കണം എന്നൊക്കെ. ജലജ എന്തായാലും ഈ കാര്യങ്ങൾ മുഴുവൻ അനാമികയും ജാനകിയും അറിയിക്കുന്നുണ്ട്. അവർക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട്. അവൾ രാവിലെ ഒരു ലെറ്റർ എഴുതി വെച്ചേച്ച് അവളുടെ വീട്ടിൽ പോയി മോളെ എന്നൊക്കെ പറഞ്ഞ് ആഹ്ലാദിക്കുകയാണ് ജലജ. അതെന്തായാലും നന്നായി, നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടെന്ന് വിചാരിച്ചാൽ മതി, ഇനി അവളെ കൊണ്ടുള്ളൊരു ശല്യമില്ല, അതുപോലെ തന്നെ ഇനി നവ്യ ഇങ്ങോട്ട് വരാതിരുന്നാൽ മതി എന്നൊക്കെ പറയും. അതെന്തായാലും ഞാൻ ഏറ്റു, എൻ്റെ മോനെ കൊണ്ട് ഞാൻ ഇനി അവളെ ഇങ്ങോട്ട് എത്തിക്കത്തേ ഇല്ലെന്നൊക്കെ ജലജയും പറയും. അത് കേൾക്കുമ്പോഴത്തേന് അനാമയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ഇനി എൻ്റെ വീട്ടിലെ ഒരേ ഒരു മരുമോൾ എൻ്റെ മോള് മാത്രമേ ഉള്ളൂ, അത് കാരണം മോക്ക് ഇനി എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി ഇവിടെ കഴിയാം എന്നൊക്കെയാണ് പറയുന്നത് ജാനകി. എവിടേക്കോ പുറത്തോട്ട് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയായിരുന്നു നാഫി. അന്നേരം ആ സമയത്ത് ജലജ അങ്ങോട്ട് വന്നിട്ട് പറയും, എടാ അവൾ പോയടാ എന്ന് പറയും. ഏതവളാന്ന് ചോദിക്കും നാഫി. എന്നെ പറയും, ആ നയനെ അങ്ങ് പോയി, ഒരു എഴുത്തെഴുതി വെച്ചിട്ട് പോയെന്ന് പറയും. അതങ്ങനെ ശരിയാകുന്നേ, അമ്മ അത്രയും സന്തോഷിക്കൊന്നും വേണ്ട, അവർ പോയാൽ ഉടനെ തന്നെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് ഇവിടുന്ന് ഒരുപാട് ആൾ പുറകെ പോകുമെന്ന് പറയും. ഇനി അതൊന്നും നടക്കത്തില്ലടാ, മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും പോകത്തില്ല, അതുപോലെ തന്നെ ജയേട്ടനും അജയേട്ടനും ഒന്നും അവൾക്ക് സപ്പോർട്ടല്ലായിരുന്നു, ആദർശം പോകത്തില്ല, പിന്നെ ആര് പോകുന്ന കാര്യമാണ്, ഏട്ടത്തി എന്തായാലും ഇവരൊക്കെ പറയാതെ ഏട്ടത്തി പോകത്തില്ലല്ലോ, അതുകൊണ്ട് ഇനി അവൾ വരുമെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ടെന്ന് പറയും. അതെങ്ങനെയാമ്മേ ശരിയാന്നേ, അവർ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കമ്പനിക്ക് ഭയങ്കരമായ നഷ്ടം വരും, കാരണം അവർ മികച്ചൊരു ഡിസൈനറാണ്, അവരുടെ പോലൊരു ഡിസൈനറെ നമുക്ക് തപ്പിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേന് ജലജയ്ക്ക് അങ്ങ് ഏതാണ്ട് പോലെ ഇപ്പം നയനെ പൊക്കി പറഞ്ഞല്ലോ എന്ന്. അതല്ല, നീ എന്താ ഇപ്പോൾ അവളെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത്? ഞാൻ സപ്പോർട്ടൊന്നും ചെയ്ത് പറഞ്ഞതല്ല, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവർ നമ്മുടെ കമ്പനിയുടെ ഒരു മുതൽക്കൂട്ടായിരുന്നു, പിന്നെ ഇതിനെക്കാട്ടി വലിയ കാരണങ്ങളാണ് എൻ്റെ തലയിൽ കയറിയിരിക്കുന്നത്, അതുകൊണ്ട് എനിക്കിതിലൊന്നും ശ്രദ്ധിക്കാനേ സമയമില്ല, അതുകൊണ്ട് അമ്മ
അമിതമായി ആഹ്ലാദിക്കാനോ ആരുടെ പക്ഷം ചേർത്ത് സംസാരിക്കാനോ ഒന്നും പോകണ്ടാകട്ടോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവുകയാണ് അഭി. കനക വന്ന് നോക്കുമ്പോഴത്തേന് നയനെ വന്ന് ഒരു ഓട്ടോയിൽ ഇറങ്ങുന്ന കാണുന്നുണ്ട്. അപ്പം കനക ഓർക്കുന്നുണ്ട്, എന്താ മോളിങ്ങനെ ഓട്ടോയിലൊക്കെ വന്നത്, സാധാരണ അങ്ങനെ വരാറില്ലല്ലോ, എന്താ കാരണം എന്നൊക്കെ ഓർത്ത് ഇറങ്ങി ചെല്ലുന്നുണ്ട് ഗോവിന്ദനും കനകയും കൂടെ. എന്താ മോൾ ഈ സമയത്തെന്നൊക്കെ ചോദിക്കും. അത് പിന്നെ അച്ഛാ, ഞാൻ ഇവിടെ ഇനി 2 ദിവസം കൂടെ നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാന്ന് പറയും. അതെന്താ മോളെ ഇത്ര രാവിലെ എന്ന് ചോദിക്കും. പ്രശ്നം വല്ലതും ഉണ്ടോയെന്ന് ചോദിക്കും. ഒരു പ്രശ്നവും ഇല്ല, നന്ദു പോയതിൻ്റെ വിഷമം ഉണ്ടല്ലോ നിങ്ങൾക്ക്, അതുകൊണ്ട് ഞാൻ 2 ദിവസം കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചെന്നൊക്കെ പറയും. അല്ല, എന്തോ പ്രശ്നമുള്ള പോലെ, മോളെന്താ കുളിച്ചൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കും. ഇവിടെ വന്നിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ നയനകത്തേക്ക് പോകും. അപ്പം ഗോവിന്ദൻ കനകയോട് പറയുന്നുണ്ട്, മോൾ എന്തോ പ്രശ്നത്തിലാണ് വന്നിരിക്കുന്നത്, നീ ചെന്ന് കാര്യമൊക്കെ തിരക്കാൻ പറയും. അപ്പം കനക അകത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ എന്താ പ്രശ്നം എന്നൊക്കെ. അപ്പം നയന കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നയന എന്നെ പറയും, ആദർശേട്ടൻ എന്നോട് ഒരു സ്നേഹവും ഇല്ല, ഇപ്പം ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കത്തില്ല, ഞാനൊരു കാര്യം പറയാനായിട്ട് ശ്രമിച്ചാലും എനിക്ക് മുഖം തരത്തില്ല എന്നൊക്കെ പറയും. മോള് ദേവയാനിയായിട്ട് സ്നേഹമായ കാര്യമൊക്കെ പറഞ്ഞാലെന്ന് ചോദിക്കും. ഇല്ല, അത് പറയാനുള്ള അവസരമൊന്നും തന്നിട്ടില്ല, ആദർശേട്ടൻ ആകെ തിരക്കില്ല എന്നൊക്കെ പറയും. ആദർശേട്ടൻ എന്നെ കാണുന്നത് പോലും ഭയങ്കര ബുദ്ധിമുട്ടാമേ, ഒരു മുറിയിൽ ഇങ്ങനെ ശ്വാസം മുട്ടി ജീവിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല, അത് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഞാൻ രാവിലെ ഒരു എഴുത്തെഴുതി വെച്ചിട്ട് ഇങ്ങനെ പോകുന്നെന്ന് പറയും. ദേവയാനിയോട് പറഞ്ഞിട്ടാണോ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കനക. അണ്ണെ പറയും, ഇല്ല അമ്മയോടും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെ പോകുന്നെന്ന് പറയും. ഇനി ഇത് അച്ഛനോടൊന്നും പറയണ്ടെന്ന് പറയും. പക്ഷേ ഇവർ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഗോവിന്ദൻ വാതുക്കെ തന്നെ നിൽപ്പുണ്ടായിരുന്നു, ഇവരെ കാണുന്നില്ല. അന്നേരം ഗോവിന്ദൻ അകത്തേക്ക് വന്നിട്ട് പറയും, എന്നോട് പറഞ്ഞാൽ എന്താ കുഴപ്പം, ഞാനിതെല്ലാം അറിഞ്ഞിരിക്കണ്ടേ മോളെ എന്ന് ചോദിക്കും. അപ്പോൾ അച്ഛ അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറയും. അതൊന്നും സാരമില്ല, ആദർശമോൻ്റെ മനസ്സിൽ എന്തോ പ്രശ്നമുണ്ട്, അന്നേരം അതൊന്ന് മോള് വേണമായിരുന്നു സംസാരിച്ച് തീർക്കാൻ, കുറച്ച് ദിവസവും കൂടെ ഒക്കെ മോക്ക് പിടിച്ച് നിന്നൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കും. അച്ഛാ പറ്റുന്നില്ല അച്ഛാ, എനിക്ക് അവിടെ അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല, കാരണം ആദർശേട്ടൻ എനിക്കൊരു മുഖം പോലും തരുന്നില്ല, എൻ്റെ മുഖം കാണുന്ന പോലും അദ്ദേഹത്തിന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു, എന്നെ ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ല, അത് എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ പോകുന്നതെന്നൊക്കെ നയനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.